നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ശിഷ്യന്മാരുടെ അവിവേകം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യോഹന്നാൻ അവനോട്, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ട് അവൻ നമ്മെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു പറഞ്ഞത്, അവനെ വിരോധിക്കരുത്. എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറവാൻ കഴിയുന്നവൻ ആരുമില്ല. നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ. നിങ്ങൾ ക്രിസ്തുവിൻ ഉള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവന് ഏറെ നല്ലത്. ശിഷ്യന്മാർ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. യേശു അതിന് അവരെ അനുമോദിക്കും എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്, ഗുരു, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. പക്ഷെ അവൻ നമ്മളോട് കൂടെ വരാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ വിരോധിച്ചു. യേശു പറഞ്ഞത്, നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, വിരോധിക്കാൻ പാടില്ലായിരുന്നു. ഇവര് ഒരു ബാലന്റെ ഭൂതത്തിൻ്റെ മുമ്പിൽ തോറ്റവരാണ്, നാണം കെട്ടവരാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, അതായത് ഇവരുടെ കൂടെ ഉള്ള ഒരാളല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മറ്റൊരാൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പോൾ ഇവരെന്താ ചിന്തിക്കേണ്ടത്? യേശുവിനോട് പറ്റി ഒട്ടി, യേശുവിൻ്റെ വചനങ്ങൾ കേട്ട്, യേശു തരുന്ന ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ പോകുന്ന നമ്മൾക്ക് വേണ്ട വിശ്വാസവും വേണ്ട വിശുദ്ധിയും വേണ്ട പ്രാർത്ഥനയും ഇല്ല. പക്ഷേ ഈ മനുഷ്യന് നമ്മളെക്കാൾ പ്രാർത്ഥനയും നമ്മളെക്കാൾ വിശുദ്ധിയും നമ്മളെക്കാൾ വിശ്വാസവും ഉള്ളത് കണ്ടിട്ട് യേശു അവനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കരയണം, നമ്മൾ വിനയപ്പെടണം, നമ്മൾ ആ മനുഷ്യനെ ബഹുമാനിക്കണം. നല്ല കാര്യം, യേശുവിൻ്റെ നാമത്തിലല്ലേ എന്ന് പറഞ്ഞ് അവനെ അനുമോദിക്കണം. എല്ലാവരോടും പറയണം, ഞങ്ങളുടെ ആൾ തന്നെയാണ് കേട്ടോ എന്ന് പറയണം. പക്ഷെ അതിന് പകരം അവര് അവിടെ കലക്കമുണ്ടാക്കി, ഇവൻ കള്ളനാണ് കേട്ടോ, ഞങ്ങൾക്ക് ഇവനുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കളയരുത്, ഇവന് വേറെ ഏതോ ഭൂതത്തിൻ്റെ സേവ കൊണ്ടൊക്കെ ആണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഇവർ പറഞ്ഞു കാണും. യേശുവിനെ കുറിച്ച് അങ്ങനെയാണല്ലോ പൊതുജനം പറഞ്ഞത്. അപ്പോൾ ഇവനെക്കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞു. അത് വലിയ മിടുക്കായിപ്പോയി എന്ന് യേശു പറയുമെന്ന് വിചാരിച്ചാണ് യോഹന്നാൻ ചാടിക്കയറി, സാധാരണ പത്രോസാണ് ചാടിക്കയറി പറയുന്നത്, പക്ഷേ ഇത് യോഹന്നാൻ പറഞ്ഞു. യേശു പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എൻ്റെ നാമത്തിൽ ഒരു വീരപ്രവൃത്തി ഒരുത്തൻ ചെയ്യുന്നെങ്കിൽ അവനൊരിക്കലും പിന്നെ എന്നെ തള്ളി പറയാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും എൻ്റെ നാമത്തിൽ അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ, എൻ്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം നൽകുന്നെങ്കിൽ അവൻ എന്നെ വിശ്വസിക്കുന്നയാളാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം ഉണ്ടാകും എന്നല്ലേ യേശു മർക്കോസ് 16 പറഞ്ഞത്. അല്ലാതെ പ്രവർത്തകരാൽ എന്നല്ലല്ലോ, വിശ്വസിക്കുന്നവരാൽ, ഇതിൻ്റെ ഗുണഭോക്താക്കളാൽ അവർക്ക് പോലും മാറ്റം ഉണ്ടാകും എന്നല്ലേ. യോവേലിൻ്റെ പ്രവചനം എന്താ? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, അല്ലാതെ പുസ്തകന്മാർ അല്ലെങ്കിൽ ലീഡേഴ്സിൻ്റെ കാര്യമല്ലല്ലോ. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എന്നല്ലേ. അപ്പോൾ നിങ്ങളുടെ യൗവനക്കാരത്തികളും എന്നല്ലേ. അതൊക്കെ സാധാരണ വിശ്വാസികളുടെ കാര്യമല്ലേ, പ്രവർത്തകരുടെ കാര്യമല്ലല്ലോ. അപ്പോൾ സാധാരണ വിശ്വാസികൾ അസാധാരണമായി പ്രയോജനപ്പെടും എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച ഒരു മനുഷ്യൻ, അവന്
യേശുവിനെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ഉപവസിക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും വിശുദ്ധ ജീവൻ നയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ സമീപിച്ച ചില ഭൂതഗ്രസ്തരെ അവൻ സൗഖ്യപ്പെടുത്തി. ഇത് കണ്ടിട്ട് ഇവർ ചോദിക്കണം, ഇത് ഏത് നാമത്തിലാണ് നീ യേശുവിനെ വിശ്വസിക്കുന്ന ആളാണോ? അതെ. എത്ര നാളായി? നല്ല കാര്യം, ജനത്തോട് പറയണം. ഇത് കണ്ടില്ലേ യേശുവിനെ വിശ്വസിച്ച ആളിനുണ്ടാകുന്ന മാറ്റം എന്ന് പറയേണ്ടതിന് പകരം അവനെ വിരട്ടി, അവനെ ഓടിച്ച്, അവനെ നാണം കെടുത്താനായിട്ടാണ് ഇവർ ശ്രമിച്ചത്. യേശു പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. നമുക്ക് പ്രതികൂലമല്ലാത്തവ നമുക്ക് അനുകൂലമാണ്. ഇപ്പം ഇവരോട് കൂടെ യേശുവിൻ്റെയും 12 ശിഷ്യന്മാരുടെയും കൂടെ അവർ വരുന്നില്ല എന്നൊരു കാരണത്താൽ അവർ കൊള്ളരുതാത്തവരാണ് എന്ന് വരുന്നില്ല. അവർ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നാണ് യേശു പറഞ്ഞത്. പിന്നീട് യേശു പറയുകയാണ്, നിങ്ങൾ അപ്പോസ്തലന്മാരായ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണല്ലോ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് യേശു എന്നുള്ള വിശ്വാസത്തോടു കൂടെ നിങ്ങൾക്കൊരു പാത്രം തണ്ണീർ കുടിപ്പാൻ തന്നാൽ പോലും അതിന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് യേശു കൂട്ടിച്ചേർത്തു. പിന്നീട് യേശു ഗൗരവമായ ഒരു കാര്യം പറയുകയാണ്, എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവനേറെ നല്ലത്. അപ്പോൾ യേശുവിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ ഇവരെ ഇടർച്ച വരുത്തി. അവൻ കള്ളനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. അവനെ വിശ്വസിക്കരുത്, അവൻ്റെ വാക്ക് കേൾക്കരുത്, അവനെ ഓടിക്കണം എന്നെല്ലാം പറഞ്ഞു. അവൻ ഇടർച്ച വരുത്തി. യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയവന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിൽ താത്തിയാൽ അതോടെ അവൻ്റെ ശിക്ഷ തീരും. എന്നാൽ അതിനേക്കാൾ വലിയ ശിക്ഷയാണ് അവന് ഭാവിയിൽ കിട്ടാൻ പോകുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, ദൈവരെ ഉപയോഗിക്കുന്നതോർത്ത് ആ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശദാംശങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം. ചില ഉപദേശ വിഷയങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ വിശ്വസിക്കുന്നത്. അങ്ങേറെ പഠിപ്പിക്കപ്പെട്ടത് അതാണ്, അതായത് തെറ്റല്ല. ആ നിലയിൽ ഒരു ബാലൻസ്ഡായിട്ട് കാര്യങ്ങളെ കാണുവാൻ കർത്താവിന് കഴിഞ്ഞതുപോലെ നമുക്കും സാധിക്കണം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.